ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ വേദിയിലുള്ള അധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥികളെ, എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഞാനിവിടെ ഇരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നോട് ചോദിച്ചത് താങ്കളെ ഏത് രീതിയിൽ ഇവിടെ സംബോധന ചെയ്യണമെന്നാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് എന്നെ ഒത്തിരി തലങ്ങളിൽ അറിയാൻ കഴിയും. രാഷ്ട്രീയ പ്രവർത്തകനായി, സാമൂഹിക സന്നദ്ധ സംഘടനാ പ്രവർത്തകനായി, അങ്ങനെയെല്ലാം ഒത്തിരി വിശേഷണങ്ങൾ എനിക്കുണ്ടെങ്കിൽ എൻ്റെ പിന്നില് അതിന് ഒത്തിരി ആൾക്കാർ പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിശ്രമത്തിന്റെ ചെയ്ത ഒരു അധ്യാപകനാണ് JC പാനൂർ എന്ന് വിളിക്കുന്ന ജയചന്ദ്രൻ സാർ. അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ്, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹമെന്നാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഉള്ളു വേദനിക്കുന്ന, ഉള്ളു നീറുന്ന ഒരു സന്ദർഭമാണ് എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴുള്ളത്. കാരണം JC സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഈ നാട്ടില് സാമൂഹിക സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തനങ്ങളും അതുപോലെ മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ ഒക്കെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് സാറുമായി ഒന്ന് കാണുന്നത്. സാറിനെ ഞാൻ കാണുന്നത് തന്നെ ഇവിടെ ഇവിടുത്തെ ഒരു ക്ലബ്ബ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ചിരി അരങ്ങ് അന്ന് സംഘടിപ്പിക്കുകയുണ്ടായി. 30 വർഷം മുമ്പാണ് മാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച്. അപ്പൊ അതിന് ഞാൻ ആ സംഘാടകന്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കൂപ്പൺ സാറിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയും അത് 100 രൂപയാണ് ഒരു കൂപ്പണ്. അപ്പോ ഈ കലയുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ കഴിയൂ. അങ്ങനെ സാറിനെ ഏൽപ്പിക്കുമ്പോൾ സാറ് അത് എനിക്കത് സാറിനെ പരിചയമില്ല എങ്കിൽ തന്നെ ഞാൻ അത് കൊണ്ടുചെല്ലുമ്പോൾ സാർ ആ കൂപ്പൺ കീറിയിട്ട് നീ ഇന്ന ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞു തന്നിട്ട് അവരെയൊക്കെ ഒന്ന് കാണുക, അവർക്കൊക്കെ ഇത് കൊടുക്കണം, അവര് തീർച്ചയായും ഈ പരിപാടിയിൽ വരും. സുകുമാര സാറ്, കാർട്ടൂണിസ്റ്റ് സുകുമാര സാറ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു താമസമുക്കട, അങ്ങനെയുള്ള അന്നത്തെ നർമ്മ തുളുമ്പുന്ന, സാഹിത്യ നർമ്മം തുളുമ്പുന്ന കുറെ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതില് സാറിന്റെ കുടുംബവും തീർച്ചയായും വരികയും അതിനുശേഷം ഞാൻ SP's ട്യൂട്ടോറിയല്, അതായത് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന SP's ട്യൂട്ടോറിയൽ, ഇവിടെ ഇരിക്കുന്ന വാർഡ് മെമ്പർ നമ്മുടെ മഹേന്ദ്രൻ, ഞാൻ അവിടെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെയും എന്റെയൊക്കെ അധ്യാപകനായിരുന്നു JC പാനൂർ. ഇവിടെ നേരത്തെ സംസാരിച്ചു പോയ എന്റെ സഹപാഠി മുഹാദ്. അപ്പോ ആ നാടക രംഗത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹവുമായിട്ടൊക്കെ കുറെ അടുപ്പങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ JC സാറിനെ കുറിച്ചൊക്കെ അവിടെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് എപ്പോഴും എന്നെ ഒരു വിദ്യാർത്ഥിയായല്ല കാണുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. ഞാൻ അധ്യാപകനായിരുന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന വിനോദ് സാറ്, ഉണ്ണീഷ്ണൻ സാർ ഉണ്ടായിരുന്നോന്ന് അറിയില്ല, വിനോദ് സാറിന്റെ ഒക്കെ സഹാധ്യാപകനായിട്ടൊക്കെ, വിനോദ് സാറെ കൂടെ ഉണ്ട്, അധ്യാപകനായിട്ടൊക്കെ ഈ പ്രദേശത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കുട്ടി അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ചാൽ അധ്യാപകൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതെനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ JC സാറിന്റെ ക്ലാസ്സില്, ജയചന്ദ്രൻ സാറിന്റെ ക്ലാസ്സിലൊക്കെ എനിക്ക് ഒത്തിരി നേരത്തെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അച്ചടക്കത്തോടുകൂടി ഇരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അന്നത്തെ ട്യൂട്ടറി കോളേജിൽ ഒരു ഫംഗ്ഷൻ നടന്നപ്പോ അന്ന് ഞങ്ങളെ അച്ചടക്കം ലംഘിച്ചു. അന്നൊരു അവിടെ ഒരു ഫംഗ്ഷനില് ഞങ്ങൾ അച്ചടക്കം ലംഘിച്ചുകൊണ്ട് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയുടെ ലിസ്റ്റിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോ ആ വൈകുന്നേരമൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? അപ്പോ അങ്ങനെ പുറത്താക്കിയ ലിസ്റ്റിൽ ഞാനും ഉണ്ടായിരുന്നപ്പോൾ JC സാറിന്റെ അടുത്ത് വന്ന് ഞങ്ങൾ പരാതി പറയുമ്പോൾ JC സാർ പറഞ്ഞു, നീ പോ, നിന്നെ തിരിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. അത്ര ഒരു ബന്ധം JC സാറുമായിട്ട് എനിക്കുള്ളത്. കാരണം ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപകരെ നിന്ദിക്കാത്തതാണ് എന്റെ വിജയമെന്നാണ് ഞാൻ ഇന്ന് കണക്കാക്കുന്നത്. കാരണം ഈ ഭാഷ, മലയാള ഭാഷ, അത് നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് ഇതുപോലെയുള്ള JC സാറിനെ പോലെയുള്ള, അല്ലെങ്കിൽ പെരപ്പുംകുട അശോക സാറിനെ പോലെയുള്ള, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി അധ്യാപകരുടെ ശിഷ്യൻ, ഇവിടെ നേരത്തെ സംസാരിച്ചു പോയ രാജു സാറ്, സതീശൻ സാറ്, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ സതീശൻ സാറ്, ഇവരുടെയൊക്കെ ശിഷ്യനാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജോൺ സാമുവൽ സാറ്, ഇന്ന് കോട്ടയം കളക്ടറായിട്ടുള്ള
ജോൺ സാമുവൽ സാറ്. അപ്പോ ഈ ജേസി സാറ് നമ്മുടെ SBC പഠിപ്പിക്കുന്ന സമയത്താണ് അദ്ദേഹം ലിറ്ററേച്ചർ പഠിപ്പിക്കാൻ ഞങ്ങളെ അവിടെ ഉണ്ടായിരുന്നത്. ഇവരുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഈ ന്യൂമോൾ കൂട്ടറിൽ ഈ നമ്മുടെ സാമുവൽ സാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ജോൺ സാമുവൽ സാർ, നമ്മുടെ ഷാജി സാർ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പൊ ആ സാറൊക്കെ അവിടെ വീക്ക്നെസ് കളയും. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് ക്ലാസ് ഒന്ന് തീർത്ത് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പഠിപ്പിക്കാൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതർ കാര്യങ്ങളൊക്കെ സംസാരിക്കും, പുറത്തുള്ള അന്നത്തെ സാമൂഹിക പശ്ചാത്തല കാര്യം. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഒത്തിരി ടെൻഡൻസിയാണ്. അപ്പൊ ഈ ജേസി സാറിനെ കുറിച്ച്, ജേസി സാറിന്റെ ഒരു വീക്ക്നെസ് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ സാർ അതിനെ നമ്മുടെ നാടകത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ സാറിന്റെ വീക്ക്നെസ് അറിയാമെന്നുള്ളത് സാറിന് നാടകത്തിനെ കുറിച്ച്. അപ്പൊ പോർഷൻ മാറ്റി വെച്ചിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ പറയാനും നമുക്ക് കൂടുതൽ അറിവ് നേടാനും ഇവരെ പോലെയുള്ള അധ്യാപകരെ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. ജേസി സാറിന്റെ മരണവിയോഗം ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അന്ന് ഇവിടെ ഉച്ചയ്ക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ നമസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റിയില്ല. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും അത് കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് നെടുവേലിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ സ്കൂളിന്റെ കലോത്സവമായിട്ടുള്ള ഒരു പരിപാടിയിൽ കൊണ്ടുപോകുന്നത് തന്നെ അതിന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ഞാൻ അവിടെ നിൽക്കാതെ പോയി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അഗ്നിക്ക് ഇരയായി എന്ന ഒരു വാർത്ത കൂടി അറിഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ ഇന്നാണ് സാറിന്റെ അനുസ്മരണ പരിപാടിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ സാറിനെ ഒത്തിരി ദിവസവും ഈ ഫേസ്ബുക്കിലൊക്കെ ദിവസം നിരന്തരം ഇങ്ങനെ ഫോട്ടോ കാണുമ്പോഴേക്കുമ്പോഴൊക്കെ സാർ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കന്യാകുളങ്ങരയിൽ ഇരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ തന്നെ സാറ് നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് പെട്ടെന്ന് വരും. പിന്നെ അതിന് എന്റെ ഫീലിംഗ് മാത്രമാണോ അത് നിങ്ങളെയൊക്കെ അങ്ങനെയാണോ എന്നറിയില്ല. സാറിന്റെ ഈ ഫോട്ടോ കാണുമ്പോൾ തൊട്ടടുത്ത് സാർ നമ്മുടെ അടുത്ത് നിൽക്കുന്ന മാതിരി ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെ വ്യസനിക്കുന്ന മനസ്സുകളാണ് ഈ ഇരിക്കുന്നത് എന്നെനിക്കറിയാം. അദ്ദേഹത്തിന്റെ കുടുംബ അംഗങ്ങളൊപ്പം നിങ്ങളെ ഓരോരുത്തരുടെയും ഈ വ്യസനത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയ ഇതുപോലെയുള്ള ഒത്തിരി അധ്യാപകരുണ്ട്. ആ അധ്യാപകർക്കെല്ലാം ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ അതിന്റെ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം അദ്ദേഹം നല്ല രീതിയിൽ പുനർജനിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, അത് കാരണം എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ഒത്തിരി വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായി അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായി വീണ്ടും പുനർജനിക്കട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ നിർത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി ഈ സ്ഥാപനത്തോട് അടുത്ത് നിൽക്കുകയും ജേസി സാറിനോട് ഏറെ അടുത്തൊരു ബന്ധമുള്ള ഒരു വ്യക്തിത്വം